ഇത് മെട്രിസസിലെ ലാസ്റ്റ് ലെക്ചറാണ്. ഈ ലെക്ചറിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ IIT JEE പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ലെക്ചർ നോക്കി തുടങ്ങാനായിട്ട്. പ്രോബ്ലം സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തിയറി സെഷൻസ് കംപ്ലീറ്റ് നല്ലപോലെ നോക്കിയതിന് ശേഷം വേണം പ്രോബ്ലം സെഷനിലോട്ട് വരാൻ. അല്ലെങ്കിൽ പ്രോബ്ലം സെഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് വേണം പ്രോബ്ലം സെഷൻസിലോട്ടിരിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. IIT JEE 2005 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റിലേഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, എല്ലാ 3x3 മെട്രിക്സുകൾക്കും ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷനാണ് ഇത്. അതായത് A ഇൻവേഴ്സിനെ എനിക്ക് A² Aയുടെയും Iയുടെയും ടേമിൽ എഴുതാൻ പറ്റും. ഓക്കെ, എനിവേ ഇതിനെ ആ മെട്രിക്സിൻ്റെ റിലേഷൻ ആക്കി എടുക്കാം. അതിനാദ്യം ഇവിടെ ഇരുന്ന് A ഇൻവേഴ്സ് കളയണം. A ഇൻവേഴ്സ് കളയാൻ ഈ ഇക്വേഷൻ മൊത്തത്തിൽ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ മൊത്തം A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു ഇത് A³ ആകും പ്ലസ് CA² പ്ലസ് DI ഇൻറ്റു A ഈസ് A. ഓക്കെ, A ഇൻവേഴ്സ് I ആകും. സോ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 6I ഇസ് ഈക്വൽ ടു A³ പ്ലസ് CA² plus DA. Now this is equal to A³ plus CA² plus DA minus 6I is equal to 0. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന തേർഡ് ഡിഗ്രി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഒരു 3x3 മെട്രിക്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് A³ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു A² പ്ലസ് M11 plus M22 plus M33, they are the principal minus, into A minus determinant of A into I is equal to 0. അതും ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, മൈനസ് ട്രേസ് ഓഫ് A will be equal to C and sum of principal minus will be equal to D. So trace of A will be equal to minus C. So trace of A will be equal to minus C. അപ്പോൾ അതിൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ട്രേസ് ഓഫ് എ നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മെട്രിക്സിൻ്റെ ട്രേസ് ഇസ് 1 + 1 + 4, ദാറ്റ് ഇസ് 6. സോ 6 ഇസ് ഈക്വൽ ടു മൈനസ് സി, വിച്ച് ഇംപ്ലൈസ് വാല്യൂ ഓഫ് സി ഈസ് മൈനസ് 6. അഗെയിൻ സം ഓഫ് പ്രിൻസിപ്പൽ മൈനസ് ഡിക്ക് ഈക്വൽ ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു M11 പ്ലസ് M22 പ്ലസ് M33 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു M11. ഫസ്റ്റ് എൻട്രിയുടെ പ്രിൻസിപ്പൽ മൈനർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി 1 1 minus 2 4. സോ 1 1 minus 2 4 പ്ലസ് M22, ഇതാണ് 2 പൊസിഷൻ. അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി 1 0 0 4 1 0 0 4 പ്ലസ് 3 പൊസിഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 0 0 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 minus 2, that is plus 2 plus 4 minus 0 4 plus 1 minus 0 1. So that is 4 plus 4 8 10 11. So value of D is 11. So correct ordered pair CD is equal to value of C is minus 6 and D is 11. So correct option is minus 6, 11. So correct option is option C. Problem 2. ഇതും 2005 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. P എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, A ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് Q ഈസ് ഈക്വൽ ടു PA P ട്രാൻസ്പോസ് ആൻഡ് P ട്രാൻസ്പോസ് Q റൈസ് ടു 2005 P ഈസ് ഈക്വൽ ടു. ഓക്കെ, നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ Q ഈസ് ഈക്വൽ ടു PA P ട്രാൻസ്പോസ്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് ക്യൂവിൻ്റെ ഒരു പവറിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ Q² കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ Q² ആകുമ്പോൾ PA P ട്രാൻസ്പോസ് ഇൻറ്റു PA P ട്രാൻസ്പോസ്. അപ്പോൾ ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ Q² വിൽ ബി ഈക്വൽ ടു PA. ഈ P ട്രാൻസ്പോസ് ഐഡൻറ്റി മെട്രിക്സ് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യം എളുപ്പമാണ്. കാരണം ഈ P ട്രാൻസ്പോസ് ഐഡൻറ്റി മെട്രിക്സ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരും. അപ്പോൾ PA × A² ആകും.
പി ട്രാൻസ്പോസ്. അപ്പോൾ ക്യൂയുടെ പവേഴ്സ് നമുക്ക് ഇതുപോലെ എത്ര പവേഴ്സ് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇടയിൽ വരുന്ന ഈ പി ട്രാൻസ്പോസുകളെല്ലാം ഐഡൻറ്റിറ്റി ആയി പോകും. ഈ പി ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി ആയി പോകണമെങ്കിൽ പി ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ പി ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പി ഓർത്തോഗണൽ ആണോ എന്നാണ്. കാരണം പി ഓർത്തോഗണൽ ആണ് എങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ക്യൂവിൻ്റെ പവർ എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ ക്യൂവിൻ്റെ പവറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് പി ഓർത്തോഗണൽ ആണോ എന്നാണ്. ഓക്കെ, പി ഓർത്തോഗണൽ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണോ എന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് റോ 1 വരുന്നുണ്ടോ എന്ന് നോക്കുക, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് റോ 1 വരുന്നുണ്ടോ എന്ന് നോക്കുക, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ 0 വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 3/4 plus 1/4 and that is equal to 1. Second row into second row ചെയ്ത് കഴിഞ്ഞാൽ 1/4 plus 3/4 and that is also equal to 1. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ചെയ്ത് കഴിഞ്ഞാൽ -√3/4 plus √3/4 and that is equal to 0. So clearly the matrix P is orthogonal. അപ്പോൾ P orthogonal ആണ് എങ്കിൽ എനിക്ക് Pക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാം. ഓക്കെ, ഓൾസോ ഗിവൺ ദാറ്റ് Q is equal to P transpose. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യൂവിൻ്റെ ഒരു പവറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എലോങ് വിത്ത് പി ട്രാൻസ്പോസും പിയും കൂടെ വേണം. അതിന് ക്യൂവിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പി ട്രാൻസ്പോസും റൈറ്റ് സൈഡിൽ ഒരു പിയും വേണം. അപ്പോൾ അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പി ട്രാൻസ്പോസും റൈറ്റ് സൈഡിൽ ഒരു പിയും മൾട്ടിപ്ലൈ. അപ്പോൾ അതേപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ആണ്. ലെഫ്റ്റ് സൈഡിൽ പി ട്രാൻസ്പോസും റൈറ്റ് സൈഡിൽ പിയും മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ പി ട്രാൻസ്പോസ് ഐഡൻറ്റി ആയി പോകും, ഇവിടെയും പി ട്രാൻസ്പോസ് ഐഡൻറ്റി ആയി പോകും. അപ്പോൾ വി ഗെറ്റ് പി ട്രാൻസ്പോസ് ക്യൂ പി ഇസ് ഈക്വൽ ടു എ എന്ന് വരും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കറിയാം എത്ര തവണ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു അത്രയും ക്യൂയുടെ പവറുകൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇടയിൽ വരുന്ന ഈ പി ട്രാൻസ്പോസുകളെല്ലാം ഐഡൻറ്റി മെട്രിക്സ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, എനിക്ക് 2005 ആണ് വേണ്ടത്. അപ്പോൾ ഇതിനൊരു 2005 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ പി ക്യൂ പി ട്രാൻസ്പോസ് ഇൻറ്റു പി Q P transpose into P Q P transpose into etc. P Q P transpose is equal to A into ഇങ്ങനെ ഒരു 2005 ടൈംസ്. ഓക്കെ, ഇതൊരു 2005 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇടയിലെല്ലാം P transpose Q P. ഓക്കെ, അപ്പോൾ ഇടയിൽ പി ട്രാൻസ്പോസുകളെല്ലാം ഐഡൻറ്റി മെട്രിക്സ് ആയി പോകും. അപ്പോൾ ഈ ക്യൂ എല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ Q⁻2005 കിട്ടും. അപ്പോൾ പി ട്രാൻസ്പോസ് Q⁻2005 ഇൻറ്റു പി നമ്മൾ ഉദ്ദേശിച്ച ആളെ കിട്ടുകയും ചെയ്തു. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇസ് ഈക്വൽ ടു A⁻, ഇവിടെ എയും 2005 ഉള്ളതുകൊണ്ട് A⁻2005. അപ്പോൾ ഇനി A⁻2005 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ A⁻2005 നമ്മൾ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. വാട്ട് ഇസ് A is 1101. Let us calculate A squared. A squared will be 1101 into 1101. That is equal to first row into first column gives 1. First row into second column gives 2. Second row into first column gives 0. Second column into second column 1. നമ്മളിത് ഓൾറെഡി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 3 എൻട്രീസിന് മാറ്റമൊന്നുമില്ല. 101 ഈ 3 എൻട്രീസ് ഇവിടെ 101 ആകെ ഇത് മാത്രം ഒന്ന് കൂടി 2 ആയി. ഇഫ് ഐ ടേക്ക് A cube then that will be A squared. A squared is 1201 into A is 1101. That is equal to first row into first column is 1. First row into second column is 3. Second row into first column is 0. Second row into second column is 1. അവിടെ 3 ആയി. So we can conclude that what happens when we here in A⁻2005. A⁻2005 will be 1. Here it will be 2005 So this will be the answer. So this is equal to PQ⁻2005 P transpose Q⁻2005 P, and that is equal to A⁻2005 and A⁻2005 is this matrix. So correct option is option A. Problem number 3. A is equal to 100, 210, 321 and U1, U2, U3 are column matrices satisfying A U1 equal to 100, A U2 equal to 230 and A U3 equal to 231, where U is a 3x3 matrix with columns U1, U2 and U3. ഇതൊരു കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിതിന് മുമ്പ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ U1, U2, U3 എന്ന് പറയുന്നത് യുവിൻ്റെ കോളംസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ യുവിൻ്റെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും, മൂന്നാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വെൻ വി മൾട്ടിപ്ലൈ എ ബൈ യു
the matrix will be, first column will be 1 0 0, second column 2 3 0 ആയിരിക്കും, third column 2 3 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാം, കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻ്റ് ഓഫ് യുയെ കുറിച്ചാണ്. അപ്പോൾ രണ്ട് സൈഡും ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ യു ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഡയഗണലുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഡയഗണലുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3. ഡിറ്റർമിനൻ്റ് ഓഫ് എ യു സ്പ്ലിറ്റ് ചെയ്യാം, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് യു ഈസ് ഈക്വൽ ടു 3. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അതുകൊണ്ട് എയുടെ ഡിറ്റർമിനൻ്റ് നമ്മൾ ഡയഗണലുടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡയഗണലുടെ പ്രോഡക്റ്റ് 1 ആണ്. സോ 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് യു ഈസ് ഈക്വൽ ടു 3. സോ വി ഗെറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് യു ഈസ് ഈക്വൽ ടു 3. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ യു ഇൻവേഴ്സും വേണം, യുവും വേണം. അപ്പോൾ നമ്മളിവിടെ യു എന്ന് പറയുന്ന മെട്രിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്താലേ പറ്റത്തുള്ളൂ, കാരണം യു വെച്ചിട്ട് യു ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യു എന്ന് പറയുന്ന മെട്രിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവിടെ പല വഴികളുണ്ട്. ഒരു വഴി നിങ്ങൾക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓൾറെഡി നമുക്കൊരു റിലേഷൻ അറിയാം, എ യു ഇസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സിന് ഇപ്പോൾ ഒരു പേര് കൊടുക്കാം, ലെറ്റ് ഇറ്റ് ബി സം ബി. സെൻ വി ഹാവ് എ റിലേഷൻ എ യു ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇത് ഇരുന്ന് നമുക്ക് യു കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടും. ഓക്കെ, യു ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ യു എ ഇൻവേഴ്സ് ഇൻറ്റു ബി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് എയുടെ ഇൻവേഴ്സ് വേണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് വിത്ത് പ്രിൻസിപ്പൽ ഡയഗണൽ 1. ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വിത്ത് പ്രിൻസിപ്പൽ ഡയഗണൽ 1 വരുന്ന ലോവർ ട്രയാങ്കുലർ മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് 3/3 കേസിൽ എടുക്കാൻ എളുപ്പമാണ്. നമുക്കൊരു ഡയറക്റ്റ് ഫോർമുലയുണ്ട്. സപ്പോസ് അവർ മെട്രിക്സ് ഇസ് 1 0 0 1 0 1. ആകെ ഈ 3 എൻട്രീസിൽ മാത്രമേ വ്യത്യാസം കാണത്തുള്ളൂ. സപ്പോസ് ദാറ്റ് എൻട്രീസ് ആർ എ ബി സി. ദെൻ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് വിൽ ബി, ഇതിൻ്റെ ഇൻവേഴ്സും ഇതുപോലത്തെ ഒരു മെട്രിക്സ് തന്നെ ആയിരിക്കും. പ്രിൻസിപ്പൽ ഡയഗണൽ എല്ലാം 1 ആയിരിക്കും, മുകളിലുള്ള എൻട്രീസ് എല്ലാം 0 ആയിരിക്കും. ബാക്കി ഇവിടെ വരുന്ന 3 എൻട്രീസ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന 3 എൻട്രീസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രിയുടെ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത് -a, ഈ എൻട്രിയുടെ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന എൻട്രി എ സി മൈനസ് ബി ആയിരിക്കും, ഇതിൻ്റെ പ്രോഡക്റ്റ് -b. സോ ദിസ് വിൽ ബി എ സി മൈനസ് ബി. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കൊരു 3/3 ഡിറ്റർമിനൻറ്റ് 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടീഷൻ ഇതൊക്കെയാണ്. അത് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കണം, പ്രിൻസിപ്പൽ ഡയഗണലെല്ലാം 1 ആയിരിക്കണം, 3/3 ആയിരിക്കണം ഓർഡർ, എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എയുടെ ഇൻവേഴ്സ് ഡയറക്റ്റ്ലി ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എയുടെ ഇൻവേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ 1 വരുന്ന ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അതുകൊണ്ട് എയുടെ ഇൻവേഴ്സിനകത്തും 1 0 0 1 0 1. ഓക്കെ, ബാക്കി ഈ 3 എൻട്രീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, ദിസ് ഇസ് 2, സോ ദിസ് ഇസ് -2. ഇവിടെ വരുന്നതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, സോ ദിസ് ഇസ് 2, so here it is -2, and here it is AC minus B, so AC minus B is 2 into 2 4 minus 3, that is 1. So this is A inverse into B calculate ചെയ്യുക. ഇനി B നമുക്ക് ഡയറക്റ്റ്ലി അറിയാം, ബിയുടെ വാല്യൂ ഈസ് 1 2 2 0 3 3 0 0 1. ഇപ്പോൾ നമ്മൾ ഈ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 2 2 -2 -1 -1 1 -4 -3. ഓക്കെ, അപ്പോൾ ഇതാണ് യു എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ വൺസ് യു എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് 320 ഇൻറ്റു യു ഇൻറ്റു 320? അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. യു മെട്രിക്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു 1/1 മെട്രിക്സ് ആയിരിക്കും. അതിനകത്ത് ഒരു എൻട്രിയെ കാണത്തുള്ളൂ. ആ എൻട്രി റിസൾട്ട് ചെയ്യുന്നത് 5-ലായിരിക്കും. സോ ദ ഓപ്ഷൻ ഇസ് എ. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ യു എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം, അത് വെച്ചിട്ട് നമുക്ക് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് യുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. യുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വി നോ ദാറ്റ് യു ഈസ് ഈക്വൽ ടു 1 2 2 -2 -1 -1 1 -4 -3. ഓക്കെ, അപ്പോൾ യു ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ അഡ്ജോയിൻറ്റ് ഓഫ് യു കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഫോമിൽ യൂസ് ചെയ്യാം. ഷോർട്ട് കട്ട് ഫോമിൽ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അഡ്ജോയിൻറ്റ് ഓഫ് യു വിൽ ബി -1 -2 0 -7 -5 -3 6 9 6
3 ഇതായിരിക്കും അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് ഇസ് 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. 1 by determinant of u നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് യു ഇസ് 3 ഇൻറ്റു അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഇസ് ദിസ് വൺ -1 -2 0 -7 -5 -3 9 6 3. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി ഈ എ ഇൻവേഴ്സിൻ്റെ എൻട്രീസിൻ്റെ സമ്മാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സം ഓഫ് എൻട്രീസ് ഇൻ യു ഇൻവേഴ്സ്. സോ ഇവിടെ യു ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ദിസ് നോട്ട് എ ഇൻവേഴ്സ്, യു ഇൻവേഴ്സ്. ഓക്കെ, യു ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി യു ഇൻവേഴ്സിൻ്റെ എൻട്രീസിൻ്റെ സം എടുക്കുമ്പോൾ സം ഓഫ് എൻട്രീസ് ഇസ് ഈക്വൽ ടു 1/3 എല്ലാവർക്കും കോമൺ ആണ്. സോ 1/3 ഇൻറ്റു -1 -2 0 പ്ലസ് -7 -5 -3 plus 9 plus 6 plus 3 calculate here and that will be 0. അപ്പോൾ correct option is option D here. ഇനി ഇവിടെ u കണ്ടുപിടിക്കാൻ നമ്മൾ u കാൽക്കുലേറ്റ് ചെയ്തത് എ ഇൻവേഴ്സ് ബി യൂസ് ചെയ്തിട്ടാണ്. u നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ ക്ലൂസ് യൂസ് ചെയ്തിട്ടും u കാൽക്കുലേറ്റ് ചെയ്യാം. ഗിവൺ ദാറ്റ് a ഇൻറ്റു u1 is equal to a into u1 is equal to 1 0 0. എ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് ഇപ്പോൾ u1 എനിക്ക് ആരാന്നറിയില്ല. സപ്പോസ് u1 XYZ ആണ് എങ്കിൽ എ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. 1 0 0 2 1 0 3 2 1 ഇൻറ്റു എയുടെ എൻട്രി u1ൻ്റെ എൻട്രീസ് അറിയില്ല. ലെറ്റ് ഇറ്റ് ബി XYZ is equal to 1 0 0. സോ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ x is equal to 1 എന്ന് വരും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 2x plus y equals 0. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 3x plus 2y plus z is equal to 0. ഈ സിസ്റ്റം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈഡ് കണ്ടുപിടിക്കുക, എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇസഡ് കണ്ടുപിടിക്കുക. അപ്പോൾ വൺസ് ആ XYZ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് u1 ആരാണെന്ന് മനസ്സിലാകും. u1 ആണ് നമ്മുടെ മെട്രിക്സിൻ്റെ ആദ്യത്തെ കോളം, യുവിൻ്റെ ആദ്യത്തെ കോളം. ഇതുപോലെ യുവിൻ്റെ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യു ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഓർ യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് യു. Problem number 4. Let A and B be 3/3 matrices of real numbers where A is symmetric and B is skew-symmetric and A plus B into A minus B equal to A minus B into A plus B if AB the whole transpose is equal to -1 raised to K into AB where AB transpose the transpose of the matrix AB the value of K is. Okay, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാം. എയും ബിയും എ രണ്ടുപേരും 3/3 മെട്രിക്സ് ആണ്. എ സിമെട്രിക് ആണ്, ബി സ്ക്യൂ സിമെട്രിക് ആണ്. സോ എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. ബി ഈസ് സ്ക്യൂ സിമെട്രിക് സോ ദാറ്റ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -b. ഓക്കെ, അഗെയിൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർഡ് minus AB plus BA minus B squared is equal to A squared plus AB minus BA minus B squared. രണ്ട് സൈഡിൽ നിന്നും പ്ലസ് എ സ്ക്വയർഡ് ക്യാൻസൽ ചെയ്ത് കളയാം, മൈനസ് ബി സ്ക്വയർഡ് ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ബി എ കൂടെ ലെഫ്റ്റിൽ വരുമ്പോൾ ബി എ പ്ലസ് ബി എ 2BA ആകും. And that is equal to ഈ എ ബി മൈനസ് എ ബി പുറത്ത് വരുമ്പോൾ എ ബി പ്ലസ് എ ബി 2AB and we get BA is equal to AB. Okay, ഇനി again it is given that AB the whole transpose is equal to -1 raised to K into AB. Okay, നമുക്ക് എഴുതാം AB the whole transpose is equal to -1 raised to K into എ ബി ആണെന്ന് കൂടെ തന്നിട്ടുണ്ട്. സോക്സ് ഷൂ പ്രോപ്പർട്ടി അനുസരിച്ച് എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആയിട്ട് മാറും. ഈക്വൽ ടു -1 റൈസ് ടു കെ ഇൻറ്റു എ ബി എന്ന് വരും. ബി ട്രാൻസ്പോസ് മൈനസ് ബി ആണ്, എ ട്രാൻസ്പോസ് എ യു ആണ്. കാരണം ബി സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് ബി ട്രാൻസ്പോസ് മൈനസ് ബി വരും. എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എ വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 റൈസ് ടു കെ ഇൻറ്റു എ ബി. ഓൾറെഡി നമുക്ക് എ ബിയും ബി എയും ഈക്വൽ ആണെന്നറിയാം. അതുകൊണ്ട് എ ബിയും ബി എ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എ ബി ബി എ ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് വി ഗെറ്റ് -1 റൈസ് ടു കെ ഇസ് ഈക്വൽ ടു
-1. അപ്പോൾ -1/k -1 വരണമെങ്കിൽ k ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ -1/k -1 വരത്തുള്ളൂ. നമ്മുടെ ഓപ്ഷനിൽ ഒരേ ഒരു ഓഡ് നമ്പർ മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ ഓഡായിട്ട്, ബാക്കി എല്ലാവരും ഈവൺ നമ്പേഴ്സാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ബി. Problem number 5. A be a square matrix, all of whose entries are integers. Which one of the following is true? അപ്പോൾ എയുടെ എൻട്രീസ് എല്ലാം ഇൻറ്റീജർ ആണ്. ആദ്യത്തെ ഓപ്ഷൻ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു +or-1 എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. അത് റോങ് ഓപ്ഷനാണ്. കാരണം +or-1 അല്ല എങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 വരുന്ന സമയത്ത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു +or-1 ദെൻ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആൻഡ് ഓൾ ദി എൻട്രീസ് ആർ ഇൻറ്റീജേഴ്സ്. ആദ്യത്തെ പാർട്ട് കറക്റ്റാണ്. ഇഫ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു +or-1 എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. കാരണം നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ 1 -1 വരുന്ന സമയത്ത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഓൾ ഇറ്റ്സ് എൻട്രീസ് ആർ ഇൻറ്റീജേഴ്സ്. എ ഇൻവേഴ്സിൻ്റെ എല്ലാ എൻട്രീസും ഇൻറ്റീജേഴ്സ് ആണ്. അത് നമുക്ക് ആലോചിച്ച് നോക്കാം. എയുടെ എല്ലാ എൻട്രീസും ഇൻറ്റീജേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant of A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. എ ഇൻവേഴ്സിനകത്ത് എക്കകത്ത് എല്ലാ എൻട്രീസും ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് തന്നെ അഡ്ജോയിൻ്റ് എയുടെ കാൽക്കുലേഷൻ എത്തുന്നത് വരെ നമ്മളെല്ലാവരും ഇൻറ്റീജേഴ്സ് വെച്ച് തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. കാരണം മൈനേഴ്സും കോഫാക്ടേഴ്സും എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കും. കോഫാക്ടർ മെട്രിക്സ് ഇൻറ്റീജർ മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്ജോയിൻ്റ് ഓഫ് എക്കകത്ത് മുഴുവൻ ഇൻറ്റീജേഴ്സ് ആയിരിക്കും. പിന്നീട് എ ഇൻവേഴ്സിൽ ഫ്രാക്ഷൻ വരാനുള്ള ഒരു വഴി ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ +1 or -1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 or -1 ആണ് എങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഫ്രാക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് എ ഇൻവേഴ്സിനകത്തും എല്ലാ എൻട്രീസും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ +or-1 വന്നാൽ മാത്രമേ എ ഇൻവേഴ്സിനകത്ത് ഇൻറ്റീജേഴ്സ് വരൂ. ഡിറ്റർമിനൻ്റ് ഓഫ് എ +1 or -1 അല്ല എങ്കിൽ എക്കകത്ത് മുഴുവൻ ഇൻറ്റീജർ എൻട്രീസ് ആയാലും ശരി എ ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ഇൻറ്റീജർ എൻട്രീസ് കാണണമെന്നില്ല. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് +or-1 then A inverse exists and all its entries are integers. സിയും ഡിയും റോങ് ആണ്. സി ഡിറ്റർമിനൻ്റ് ഓഫ് +or-1 ആണ് എങ്കിൽ എ ഇൻവേഴ്സ് നീഡ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. തെറ്റാണ്. എ ഇൻവേഴ്സ് ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഡിറ്റർമിനൻ്റ് ഓഫ് എ +or-1 ആണ് എങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഓൾ ഇറ്റ് ഇൻറ്റീജർ എൻട്രീസ് നീഡ് നോട്ട് ബി ഇൻറ്റീജേഴ്സ് ആണ്. അതും തെറ്റാണ്. എല്ലാ എൻട്രീസും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. പ്രോബ്ലം നമ്പർ 6. ഒരു സെറ്റ് ഓഫ് ഓൾ 3x3 സിമെട്രിക് മെട്രിക്സസ് ആണ്. ഓൾ ഓഫ് ഹൂസ് എൻട്രീസ് ആർ 0 or 1. അപ്പോൾ എ 3x3 മെട്രിക്സ് ആണ്, സിമെട്രിക് ആണ്, എല്ലാ എൻട്രീസും 0 or 1 ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 5 of these entries are 1. 5 എണ്ണം 1ഉം ആൻഡ് 4 of them are 0. 4 എണ്ണം 0 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദി നമ്പർ ഓഫ് മെട്രിസസ് ഇൻ എ. രണ്ടാമത്തത് ദ നമ്പർ ഓഫ് മെട്രിസസ് ഇൻ എ ഫോർ വിച്ച് എ ഇൻറ്റു XYZ ഈക്വൽ ടു 1 0 0 ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. And the third one, the number of matrices A for which A into XYZ equal to 1 0 0 is inconsistent. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ആദ്യത്തേത് ജസ്റ്റ് ഒരു കൗണ്ടിങ് മാത്രമാണ്. രണ്ടാമത്തത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്കിതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിവേ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 3x3 സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കത് നോക്കാം. ഒരു 3x3 സിമെട്രിക് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എ ബി സി ഡയഗണൽ എന്ത് എൻട്രീസ് വേണമെങ്കിലും ആകാം. ഇവിടെ ഞാൻ എടുക്കുന്ന എൻട്രീസ്, സപ്പോസ് ഇവിടെ വരുന്ന എൻട്രീസ് PQR ആണ് എങ്കിൽ അതേ അവരുടെ മിറർ റിഫ്ലക്ഷൻ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. സോ ദിസ് ഈസ് ഹൗ എ 3x3 മെട്രിക്സ് ലുക്ക് ലൈക്ക്. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഈ സിമെട്രിക് മെട്രിക്സിനകത്ത് എനിക്ക് ആകെ ഉള്ള എൻട്രീസ് എ ബി സി, ഇവർക്ക് 3 പേർക്കും വാല്യൂ കൊടുക്കാം. ദെൻ P Q R. P 2 എണ്ണം ഉണ്ട്, Q 2 എണ്ണം ഉണ്ട്, R 2 എൻട്രി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൊത്തം 9 എൻട്രീസ് വരുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഇതിനകത്ത് 5 എണ്ണം 1 ആണ്. അപ്പോൾ 1 ഇതിൽ ആർക്കൊക്കെ 1 വാല്യൂ വരാം. ഡയഗണലിൽ വരുന്ന എൻട്രീസാണ് എ ബി സി.
നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ എ ബി സിയിൽ ആരെങ്കിലും ഒരാൾ 1 വന്നേ പറ്റൂ. കാരണം 1 5 എണ്ണമാണുള്ളത്. എ ബി സിക്കകത്ത് 1 ഇല്ലെങ്കിൽ അപ്പോൾ 1 എല്ലാം ഇവിടെ വരണം. ഇവിടെ വരുന്നവരെല്ലാം പെയറായിട്ടേ വരത്തുള്ളൂ. 5 ഓഡ് നമ്പറാണ്. അപ്പോൾ 5 1 ഇവിടെ എന്തായാലും വരാൻ പറ്റില്ല. ഇത് രണ്ടും 1 ആയി കഴിഞ്ഞാൽ 2 ആയി, ഇത് രണ്ടും 1 ആകുമ്പോൾ 4 ആവും, വീണ്ടും ഇത് രണ്ടും 1 ആയി കഴിഞ്ഞാൽ 6 ആവും. അപ്പോൾ എന്തായാലും ഒരു 1 ഇവിടെ വരണം. അപ്പോൾ എന്തായാലും എ ബി സിയിൽ ഒരാൾ 1 ആയേ പറ്റൂ, അത് നിർബന്ധമാണ്. ഇനി എ ബി സിയിൽ ഒരാൾ 1 ആകാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, എ ബി സിയിൽ 2 പേർക്ക് 1 ആകാൻ പറ്റില്ല. കാരണം എ ബി സിയിൽ 2 പേർ, ആരെങ്കിലും 2 പേർ 1 ആയി കഴിഞ്ഞാൽ ബാക്കി ഇനിയും 3 1 ഉണ്ട്. ആ 3 1 ഇവിടെ വരാൻ പറ്റില്ല. കാരണം ഇവിടെ പെയറായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി 3 1 ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ ഈവൻ നമ്പേഴ്സിലെ 1ൻ്റെ കൗണ്ട് വരത്തുള്ളൂ. അപ്പം ഈ കൂട്ടത്തിൽ 2 പേർക്ക് 1 ആകാൻ പറ്റില്ല. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വേണമെങ്കിൽ 3 പേർക്കും 1 ആകാം. എ ബി സി 3 പേർക്കും 1 ആകാം. 3 പേരും 1 ആവുകയാണ് എങ്കിൽ അതിനർത്ഥം ഈ പെയറുകളിൽ ആരോ ഒരാൾ കൂടെ 1 ആണ് എങ്കിൽ ഇത് 3 1. ഈ കൂട്ടത്തിൽ പിയോ ക്യൂയോ ആരോ ആരെങ്കിലും ഒരാൾ 1 വന്നു കഴിഞ്ഞാൽ 5 1 വരും. അപ്പോൾ 5 1 വരാനുള്ള പോസിബിലിറ്റി ഇത് രണ്ടുമാണ്. ഒന്ന് എ ബി സി, ഇതിൽ ആരെങ്കിലും ഒരാൾ 1 ആകാം, അല്ലെങ്കിൽ എ ബി സി ഇവർ 3 പേരും 1 ആകാം. അപ്പം നമ്മളിത് 2 കേസായിട്ട് വെച്ച് അനാലിസിസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എ ബി സി, ഇതിൽ ആരെങ്കിലും ഒരാൾ 1 ആകാൻ. അപ്പോൾ ആരെങ്കിലും ഒരാൾ 1 ആകാം മീൻസ് എ 1 ആകാം, ബി 1 ആകാം, സി 1 ആകാം. ഓക്കെ, ഇഫ് ഒരാൾ 1 ആയി കഴിഞ്ഞാൽ ഇനി മൊത്തം 5 1 ആണ് വേണ്ടത്. എ ബി സിയിൽ ഒരാൾ 1 ആണ്. ഓക്കെ, ഇനി 5 1 ആണുള്ളത്. അപ്പോൾ ബാക്കി ഇനി 4 1 കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും 2 പേര് 1 ആകും. പിയോ ക്യൂയോ ആരെങ്കിലും 2 പേര് 1 ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കേസസ് വരും. നമുക്ക് ഏതൊക്കെയാണ് കേസസ് എന്ന് പറഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോൾ എ ബി സിയിൽ ആരെങ്കിലും ഒരാൾ 1 വരണം. എ 1 വരാം, ബി 1 വരാം, സി 1 വരാം. എ 1 വന്നാൽ ഡയഗണൽ വിൽ ബി 1 0 0. കാരണം 1ഉം 0യും മാത്രമേ ഉള്ളൂ എൻട്രീസ് ആയിട്ട്. അപ്പം ഡയഗണലിൻ്റെ പോസിബിലിറ്റീസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ ഡയഗണൽ ക്യാൻ ബി 1 0 0, diagonal can be 0 1 0, diagonal can be 0 0 1. അപ്പോൾ ഡയഗണലിന് ഈ 3 പോസിബിലിറ്റീസുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഡയഗണൽ 1 0 0 ആണ് എങ്കിൽ അപ്പോൾ ഇവിടെ എ ആണ് 1 ആയത്. എ 1 ആയിക്കഴിഞ്ഞാൽ ഇനി ഈ കൂട്ടത്തിൽ പി ക്യു ആറിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും 2 പേര് കൂടെ 1 ആകണം. അത് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എ 1 ആകുന്ന ഒരു കേസ് എടുത്തു നമ്മൾ. അപ്പോൾ പി ക്യു ആറിൽ 2 പേർ കൂടെ 1 ആകണം. അത് പിയും ക്യൂ ആകാം, ക്യൂ ആറും ആകാം, പിയും ആറും ആകാം. അപ്പോൾ ഇവിടെ നിന്ന് 3 കേസസ് ആയിട്ട് മാറും. ഒന്ന് എ 1 ആയതിനു ശേഷം പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 1 ആകുക. അപ്പോൾ 6 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ പിയും ആറും 1 ആകുക, ക്യൂ 0 ആകും. അല്ലെങ്കിൽ ആറും ക്യൂവും 1 ആകുക, പി 0 ആകും. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഇവിടെയാണെങ്കിലും 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് ഒരു 1 ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 2 പേര് 1 ആകണം. അപ്പോൾ സെയിം പോസിബിലിറ്റീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 1, ആർ 0 ആവുക. പി ഈക്വൽ ടു ആർ ഈക്വൽ ടു 1, ക്യൂ 0 ആകുക. ആർ ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 1, പി 0 ആകുക. അതേ സെയിം കേസസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ പി ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു 1, പി ഈസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1, ആൻഡ് ഹിയർ ആർ 0, ഹിയർ ക്യൂ 0, ആർ ഇസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു 1 ആകുക, ആൻഡ് പി ബിക്കംസ് 0. ഇപ്പോൾ തന്നെ 9 കേസസായി. ഇനി ഒരു കേസ് കൂടെ ഉണ്ട്. ഇത് ഒരു 1 വരുന്നത് ഡയഗണലിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡയഗണലിൽ 3 1 ആകാം. ഡയഗണലിൽ അപ്പോൾ 1 1 1 വരാം. ഡയഗണലിൽ 3 1 വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി 2 1 ബാക്കിയുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഈ പി ക്യു ആറിൽ ആരെങ്കിലും ഒരാളെ 1 ആകാൻ പറ്റൂ. ഒന്നെങ്കിൽ പി 1 വന്നിട്ട് ക്യൂവും ആറും 0 ആകാം, അല്ലെങ്കിൽ ക്യൂ 1 വന്നിട്ട് പിയും ആറും 0 ആകാം, അതും അല്ലെങ്കിൽ 6 1 വന്നിട്ട് പിയും ക്യൂവും 0 ആകാം. സോ ഈ 12 കേസസ് ആണ് മൊത്തം ഉള്ളത്. സോ ടോട്ടൽ പോസിബിൾ മെട്രിസസ് ഈസ് 12. സോ ആദ്യത്തെ എൻ്റെ കൗണ്ട് നമുക്ക് കിട്ടി. ദി നമ്പർ ഓഫ് മെട്രിസസ് ഇൻ എ ഈസ് 12. കറക്റ്റ് ഓപ്ഷൻ 12 ആണ്. ഇനി ഈ 12 മെട്രിക്സുകളും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ആരൊക്കെയാണ് ഈ 12 മെട്രിക്സുകളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ മെട്രിക്സുകളുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് യുണീക്ക് സൊല്യൂഷൻ വരുന്നത്, എത്ര പേരാണ് ഈ സിസ്റ്റത്തിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയി പോകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് കേസാണ് എങ്കിൽ വാട്ട് വിൽ ബി ദി മെട്രിക്സ്? പി ഡയഗണൽ വിൽ ബി 1 0 0. പിയും ക്യൂവും 1 ആണ്. അപ്പോൾ പി 1 ആണ്, ക്യൂ 1 ആണ്, 6 മാത്രം 0 ആണ്. സോ ദിസ് ഈസ് ദി മെട്രിക്സ്.
So second case is diagonal is 1 0 0, p യും r 1 ആണ്. So p1 r1 q0. So this matrix. Third one is diagonal 1 0 0 തന്നെയാണ്, ആറും ക്യൂവും 1 ആവുക. അപ്പോൾ ആറും 1 ക്യൂവും 1 p0. അതേപോലെ അടുത്ത 3 കേസസ്. ദിസ് വിൽ ബി ഡയഗണൽ വിൽ ബി 0 1 0, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും, ആദ്യത്തെ മെട്രിക്സ് പോലെ വരും. ഇത് 9 കേസേ ആയുള്ളൂ. ഇനിയും 3 കേസ് കൂടെ ഉണ്ട്. ഡയഗണൽ 1 വരുന്നത് അതുകൂടെ നമുക്ക് നോട്ട് ചെയ്യാം. ആ 3 കേസ്, ഫസ്റ്റ് വൺ ഇസ് ഡയഗണൽ 3ഉം 1 ആവുക, p0 ആവുക, സോറി p കൂടെ 1 ആകുക. അപ്പോൾ p 1 ആയി കഴിഞ്ഞാൽ ബാക്കി 2 പേർ 0 ആയി പോകും, ലൈക്ക് ദിസ്. ഇനി ഡയഗണൽ കംപ്ലീറ്റ്ലി 1 വരിക, q 0 ആവുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, സോറി q 1 ആവുക. And finally diagonal completely 1 വരിക and r 1 ആവുക. ഇതാണ് 12 മെട്രിസസ്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 12 പേരുടെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 12 പേരുടെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റൂ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണ്. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഏറ്റവും കൂടുതൽ 0 ഉള്ള റോയിൽ ഏതാണോ അതിൽ ജസ്റ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിവേ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് is -1, ഡിറ്റർമിനൻറ്റ് is 0 -1, determinant is -1 -1 0 determinant 0, determinant 0, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും 0. മോറോവർ ഡിറ്റർമിനൻ്റ് ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് 2 റോയോ 2 കോളമോ സെയിം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയി പോകും. അത് വെച്ച് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാം. ഇവിടെ സെക്കൻഡ് റോ തേർഡ് റോ ഈക്വൽ ആണ്, അതുകൊണ്ട് ഡിറ്റർമിനൻറ്റ് 0. ഇവിടെ ഫസ്റ്റ് റോ തേർഡ് റോ ഈക്വൽ ആണ്, ഡിറ്റർമിനൻറ്റ് 0. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഈക്വൽ ആണ്, ഡിറ്റർമിനൻറ്റ് 0. ഇതിനകത്ത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോയും ഈക്വൽ ആണ്. ഇതിനകത്ത് ഫസ്റ്റും തേർഡും ഈക്വൽ ആണ്. ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 വരുന്നവരെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കേസ് മാത്രം ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. എനിവേ 0 1 ആയതുകൊണ്ട് ഡിറ്റർമിനൻറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് നമ്പർ ഓഫ് മെട്രിസസ് ഫോർ വിച്ച് a ഇൻറ്റു XYZ ഈക്വൽ ടു 1 0 0 ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ, സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി. നമുക്കറിയാം AX ഈക്വൽസ് ടു B എന്ന് പറയുന്ന സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ വരുന്നത് എയുടെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴാണ്. എയുടെ ഡിറ്റർമിനൻറ്റ് 0 ആകുന്ന കേസാണ് ഒന്നെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ AX ഈക്വൽ ടു Bക്ക് യുണീക്ക് സൊല്യൂഷൻ വരുന്നത് എയുടെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ മൊത്തം 12 മെട്രിസസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 6 പേരുടെ ഡിറ്റർമിനൻറ്റ് 1 2 3 4 5 6 6 പേരുടെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്.
അതുകൊണ്ട് 6 പേർക്ക് യുണീക്ക് സൊല്യൂഷൻ കാണും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് അറ്റ്ലീസ്റ്റ് 4 ബട്ട് ലെസ് ദാൻ 7. ദാറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ 4 and 7. 6 ആണ് കറക്റ്റ് എക്സാക്ട്ലി കൗണ്ട്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര പേർക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടെന്നറിയണം. അതിന് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുന്ന സമയത്താണ് ഇൻകൺസിസ്റ്റൻ്റ് ആകുന്നതും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്നത്. നമ്മുടെ കയ്യിൽ 6 കേസസ് ഉണ്ട്. ബാക്കി 6 കേസസിൽ കുറച്ച് പേർ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, കുറച്ച് പേർക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആകുന്ന 6 കേസിൽ നിന്ന് നമുക്കിത് തിരിച്ചറിയണം. ഓക്കെ, എനിവേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 0 0 ആണ് നമ്മുടെ ബി പാർട്ട്. ഓക്കെ, ഞാനിവിടെ ഡിറ്റർമിനൻ്റ് 0 ആകുന്ന ആ 6 മെട്രിക്സുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെയാണ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനും ആർക്കൊക്കെയാണ് നോ സൊല്യൂഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എനിവേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 0 0 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ ജസ്റ്റ് അങ്ങ് വെച്ച് നോക്കിയാൽ മതി. 1 0 0 ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ ഇക്വേഷൻസിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഈക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും, ഇതും എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ തിരിച്ചിടുമ്പോൾ ആദ്യത്തത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 2 ഇക്വേഷനുകൾ സെയിം ആണ്. അപ്പോൾ 2 ഇക്വേഷനുകൾ എൻറ്റയർലി സെയിം ആയി കഴിഞ്ഞാൽ അവിടെ ഇക്വേഷനുകളുടെ കൗണ്ട് കുറയും. ഇക്വേഷനുകളുടെ കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷനുകളും 2ൽ കൂടുതൽ അൺനോൺസും വരുന്നുണ്ട്. അങ്ങനത്തെ കേസുകളിൽ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആകും, തേർഡ് ഇക്വേഷനും എക്സ് ഈക്വൽ ടു 0 ആകും. അതുകൊണ്ട് ഈ കേസിൽ ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് 1 0 0 വെച്ച് നോക്കാം. ഇവിടെ ഞാൻ 1 0 0 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഒബ്സർവ് ദാറ്റ് ഫസ്റ്റ് റോ ആൻഡ് തേർഡ് റോ ആർ ഈക്വൽ. അപ്പോൾ ഇത് ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു 1 എന്ന് വരും. ഇത് ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 0. അപ്പോൾ yക്ക് 1 എന്നും 0 എന്നും 2 വാല്യൂ വരും. അതിനർത്ഥം അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസാണ്, അവിടെ സൊല്യൂഷൻ ഇല്ല. സോ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് നോ സൊല്യൂഷൻ. ഓക്കെ, അഗെയിൻ തേർഡ് സിസ്റ്റം നോക്കാം. 1 0 0. ഇവിടെ ഫസ്റ്റ് 2 റോസ് സെയിം ആണ്. ഫസ്റ്റ് റോ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. സെക്കൻഡ് റോ ഇരുന്ന് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇസഡിന് 2 വാല്യൂ വരുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ വെച്ച് നോക്കാം. 1 0 0. ഇവിടെയും ഫസ്റ്റ് 2 ഇക്വേഷൻസ് സെയിം ആണ്. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അത് രണ്ടും സെയിം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ല. സോ ദിസ് ഇസ് ഇമ്പോസിബിൾ. സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഇനി ഇൻ ദിസ് കേസ് ഫസ്റ്റ് റോയും തേർഡ് റോയും ഈക്വൽ ആണ്. സോ 1 0 0 വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ബിക്കംസ് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽസ് ടു 1 ആൻഡ് തേർഡ് ഇക്വേഷൻ ബിക്കംസ് എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അതും ഇമ്പോസിബിൾ ആണ്. സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ നോ സൊല്യൂഷൻ. ഫൈനലി ഇൻ ദിസ് കേസ് 1 0 0 ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡും തേർഡും സെയിം റോസ് ആണ്. പക്ഷേ സെക്കൻഡ് ഇക്വേഷൻ എനിക്ക് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. തേർഡ് ഇക്വേഷനും വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 0. അത് രണ്ടും സെയിം ഇക്വേഷൻസ് തന്നെയാണ്. അപ്പം ഇക്വേഷൻസിൻ്റെ കൗണ്ട് കുറയും. അപ്പം 3 ഇക്വേഷൻസ് ഇല്ല, 2 ഇക്വേഷൻസ് ആയിട്ട് മാറും. ആ കേസിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ജസ്റ്റ് ഇവിടെ നമുക്ക് എല്ലാ എൻട്രീസും 0 1 ആയതുകൊണ്ട് അധികം കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന 2 കേസസേ ഉള്ളൂ. ബാക്കി 4 കേസുകളിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മൊത്തം 12 കേസസ് ഉണ്ട്. അതിനകത്ത് 6 എണ്ണത്തിനകത്ത് യുണീക്ക് സൊല്യൂഷൻ വരും, 4 എണ്ണം ഇൻകൺസിസ്റ്റൻ്റ് ആയി പോകും, 2 എണ്ണം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയി പോകും. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മെട്രിസസ് എ ഫോർ വിച്ച് എ ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 0 0 ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് എത്ര എണ്ണമാണുള്ളത്? 2 എണ്ണമാണ്. 4 എണ്ണം. 4 എണ്ണത്തിന് നോ സൊല്യൂഷനാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് മോർ ദാൻ 2 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതേ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനാണ് ചോദിച്ചിരുന്നതെങ്കിൽ ദാറ്റ് ഈസ് 2. ഇതൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നേരത്തെ പോലെ ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. ദി നമ്പർ ഓഫ് 3x3 മെട്രിക്സ് എ ഹൂസ് എൻട്രീസ് ആർ ഐദർ 1 or 0 and for which the system a into xyz equals 1 0 0 has exactly 2 distinct solution. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേഷൻ്റെ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ല.
കാരണം എക്സാക്ട്ലി 2 ഡിസ്റ്റിൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 2 സൊല്യൂഷൻ മാത്രം വരിക എന്നാണ്. അത് പോസിബിൾ അല്ല. കാരണം നമുക്കറിയാം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരില്ല. അതുകൊണ്ട് തന്നെ 2 ഡിസ്റ്റിൻറ്റ് സൊല്യൂഷൻ വരുന്ന നമ്പേഴ്സ് മെട്രിക്സുകളൊന്നും കാണില്ല. സോ ദ ആൻസർ ഇസ് 0. Problem number 8. A is equal to 2 minus 3 minus 4 1. Then adjoint of 3a squared plus 12a is equal to. അത് സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആദ്യമേ എ സ്ക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2 minus 3 minus 4 1 into 2 minus 3 minus 4 1, and that gives 16 minus 9 minus 12 13. Okay, ഇനി നമുക്ക് 3a squared plus 12a directly calculate ചെയ്യാം. That is 3 into a squared is 16 minus 9 minus 12 13 plus 12 into a is 2 minus 3 minus 4 1. So that is 72 minus 63 minus 84 51. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ അഡ്ജോയിൻറ്റ് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. അഡ്ജോയിൻറ്റ് ഓഫ് 3a സ്ക്വയർഡ് പ്ലസ് 12a ഇസ് ഈക്വൽ ടു, അഡ്ജോയിൻറ്റ് എടുക്കുമ്പോൾ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എടുക്കാൻ എളുപ്പമാണ്. ഈ രണ്ട് എൻട്രീസും തിരിച്ചെഴുതുക. 51 72 ഇവ രണ്ടുപേരുടെ സൈൻ ചേഞ്ച് ചെയ്യുക. സോ 63 84. സോ ദിസ് ഇസ് ദി മെട്രിക്സ് 51 63 84 72. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. പ്രോബ്ലം നമ്പർ 9. പി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 0 0 4 1 0 16 4 1. ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് പി റേസ് ടു 50 സച്ച് ദാറ്റ് പി റേസ് ടു 50 മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ഐഡൻറ്റി ആണ്. ക്യൂവിൻ്റെ എൻട്രീസ് ആണ് ക്യൂ ഐ ജെസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ക്യൂ 31 പ്ലസ് ക്യൂ 32 ബൈ ക്യൂ 21 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്യൂ കിട്ടും. ക്യൂ ഇസ് ഈക്വൽ ടു പി റൈസ് ടു 50 മൈനസ് ഐ ആണ് ക്യൂ. ഓക്കെ, അപ്പോൾ പി റൈസ് ടു 50 കണ്ടുപിടിക്കണം. അതായത് പി എന്ന് പറയുന്ന മെട്രിക്സിനെ 50 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഓക്കെ, പി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെട്രിക്സിനെ പവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. ഈ മെട്രിക്സ് ആദ്യമേ തിരിച്ചറിയാനായിട്ട് ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് വിത്ത് പ്രിൻസിപ്പൽ ഡയഗണൽ 1. അപ്പോൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വിത്ത് പ്രിൻസിപ്പൽ ഡയഗണൽ 1നെ നമുക്ക് പവർ ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതിനു മുമ്പ് നമ്മൾ നിൽപോട്ടൻറ്റ് മെട്രിക്സ് എന്താണെന്ന് അറിയണം. ഓൾറെഡി നമുക്കറിയാം നിൽപോട്ടൻറ്റ് മെട്രിക്സ് മീൻസ് പവർ 0 ആകുന്ന മെട്രിക്സ്. ഏതെങ്കിലും ഒരു പവർ 0 ആകുന്ന മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് നിൽപോട്ടൻറ്റ് മെട്രിക്സ്. ഈ ഫോമിൽ വരുന്ന മെട്രിക്സുകളെല്ലാം നിൽപോട്ടൻ്റ് ആയിരിക്കും. അതായത് ഡയഗണലിൽ ഫുള്ള് 0, ഡയഗണലിൻ്റെ മുകളിലോട്ടും 0. പ്രിൻസിപ്പൽ ഡയഗണൽ എൻറ്റയർലി 0, ഡയഗണലിൻ്റെ മുകളിലോട്ടും 0 ആണ് എങ്കിൽ അത് നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ് എങ്കിൽ ഞാൻ എ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ തൊട്ട് താഴെയുള്ള ഡയഗണൽ കൂടെ 0 ആയി പോകും. അപ്പോൾ എ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി 0 0 0 0 0 0 0 0. ഇവിടെ മാത്രമേ ഒരു എൻട്രി കാണത്തുള്ളൂ. എഗെയിൻ ഞാൻ എ ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും അതുകൂടെ 0 ആയി പോകും ആൻഡ് വി വിൽ ഗെറ്റ് എ 0 മെട്രിക്സ്. അതുകൊണ്ട് ഈ ഫോമിൽ വരുന്ന എല്ലാ മെട്രിക്സുകളും ഇവിടെ മാത്രം എൻട്രീസ് വന്ന് ബാക്കിയെല്ലാം 0 ആയി കഴിഞ്ഞാൽ അവരെല്ലാവരും നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആണ്. അവരുടെ എല്ലാം എ സ്ക്വയർ എടുക്കുമ്പോൾ ഇതുകൂടെ 0 ആയിട്ട് ഇവിടെ മാത്രം ഒരു എൻട്രി വരും. എ ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും അത് എൻറ്റയർലി 0 മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കിവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെ പ്രിൻസിപ്പൽ ഡയഗണൽ കംപ്ലീറ്റ്ലി 1 ആണ്. അപ്പോൾ ആ 1നെ എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതായത് അതിൽ നിന്നൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് മാറ്റി എഴുതാം. അതായത് പി എ എനിക്ക് ഇങ്ങനെ എഴുതാം. പി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡയഗണലിൽ 1 കുറച്ചെഴുതിയാൽ മതി. ഡയഗണലിൽ 1 കുറച്ചെഴുതുമ്പോൾ ഇറ്റ് വിൽ ബി 0 0 0 4 0 0 16 4 0. നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൂടെ എടുത്ത് വെച്ച് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 1 വരും. വി വിൽ ഗെറ്റ് പി. അപ്പോൾ പിയെ നമുക്ക് ഐ പ്ലസ് ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. ഇതിപ്പോൾ ഒരു നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് എൻട്രീസ് കൂടെ 0 ആവും. ഇവിടെ മാത്രമേ എൻട്രി കാണത്തുള്ളൂ. എ ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും അത് എൻറ്റയർലി 0 മെട്രിക്സ് ആയി മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു സം ഐ പ്ലസ് ലെറ്റ് us ഡിനോട്ട് ദിസ് മെട്രിക്സ് ബൈ സം എ. എങ്കിൽ എ സ്ക്വയറിനകത്ത് ഇവിടെ ഒരു എൻട്രി മാത്രമേ കാണത്തുള്ളൂ. എ ക്യൂബ് 0 ആയി പോവുകയും ചെയ്യും.
ഓക്കെ, നമുക്ക് എ വെച്ചിട്ട് എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വി നോ ദാറ്റ് വാട്ട് ഈസ് എ. എ ഈസ് ദിസ് മെട്രിക്സ്. സോ എ ഈസ് ഈക്വൽ ടു 0 0 0 4 0 0 16 4 0. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ വിൽ ബി ദ മെട്രിക്സ് 0 0 0 0 0 0 16 0 0. ഇവിടെ ഈ ഒരു എൻട്രി മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം 0 ആയി പോകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ക്യൂബ് 0 മെട്രിക്സും ആയിരിക്കും. സോ എ ക്യൂബ് വിൽ ബി 0 മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പിയെ പവർ ചെയ്യാം. പി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് എ. അപ്പോൾ ഞാൻ പിയുടെ പവർ എടുത്തു കഴിഞ്ഞാൽ പി റൈസ് ടു 50 ആണ് എനിക്ക് എടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഐ പ്ലസ് എ ദ ഹോൾ റൈസ് ടു 50. അപ്പോൾ ഐ പ്ലസ് എ ദ ഹോൾ റൈസ് ടു 50 എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് ഇത് ഐ റൈസ് ടു 50 വരും, പ്ലസ് 50c1 ഇൻറ്റു ഐ റൈസ് ടു 49 ഇൻറ്റു എ, പ്ലസ് 50c2 ഇൻറ്റു ഐ റൈസ് ടു 48 ഇൻറ്റു എ സ്ക്വയർഡ്, പ്ലസ് 50c3 ഐ റൈസ് ടു 47 ഇൻറ്റു എ ക്യൂബ്. എ ക്യൂബ് 0 ആയതുകൊണ്ട് ഇത് 0 ആയി പോകും. എ ക്യൂബ് 0 ആയതുകൊണ്ട് എ റൈസ് ടു 4 എയുടെ അടുത്ത പവേഴ്സ് എല്ലാം 0 ആയി പോകും. അതുകൊണ്ട് ഇത് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമുകളും 0 ആയി പോകും. ആൻഡ് വി ഗെറ്റ് പി റൈസ് ടു 50 ഇസ് ഈക്വൽ ടു ഐ റൈസ് ടു 50 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ്, പ്ലസ് 50c1ൻ്റെ വാല്യൂ 50 ആണ്. സോ 50 ഇൻറ്റു ഐ റൈസ് ടു 41 ഐ ആയി പോകും. സോ റിമൈനിങ് വിൽ ബി എ. ആൻഡ് 50c2 ഈസ് 1225 ഇൻറ്റു 50c2യുടെ വാല്യൂ 1225 ഇൻറ്റു ഐ റൈസ് ടു 48 ഐ ആണ്. എ സ്ക്വയർഡ്, റിമൈനിങ് എല്ലാം 0 ആയി പോകും. അപ്പോൾ പി റൈസ് ടു 50 എനിക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യൂ ആണ്. ക്യൂ ഈസ് പി റൈസ് ടു 50 മൈനസ് ഐ. അപ്പം ഈ ഐ കൂടെ നമുക്ക് ലെഫ്റ്റിലോട്ട് എടുക്കാം. ഐ കൂടെ ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പി റൈസ് ടു 50 മൈനസ് ഐ, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 50a പ്ലസ് 1225 എ സ്ക്വയർഡ്. ഓൾറെഡി നമുക്ക് എയും എ സ്ക്വയർഡും അറിയാം. അപ്പോൾ അവരുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 50 ഇൻറ്റു വാല്യൂ ഓഫ് എ ഈസ് 0 0 0 4 0 0 16 4 0 പ്ലസ് 1225 ഇൻറ്റു എ സ്ക്വയർ ഇസ് 0 0 0 0 0 0 16 0 0. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ക്യൂ റൈസ് ടു ക്യൂ. So the matrix Q is equal to 0 0 0 200 0 0 20400 200 0. സോ ഇതായിരിക്കും ക്യൂയുടെ എൻട്രീസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Q31 പ്ലസ് Q32 ബൈ Q21 is equal to Q31 എൻട്രി എന്ന് പറയുന്നത് 20400 പ്ലസ് Q32 is 200 divided by Q21 is also 200. So that is equal to, calculate ചെയ്തെടുക്കുമ്പോൾ we will get 103. So correct option is option B. Problem number 10. If A is equal to 5A minus B 32 and given that A into adjoint of A is equal to A into A transpose, then 5A plus B is equal to. അപ്പോൾ A into adjoint of A is equal to A into A transpose എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ഇവിടെ എളുപ്പത്തിൽ നമുക്ക് A അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. എയുടെ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ A ഇൻവേഴ്സ് A adjoint of A is equal to A inverse A transpose. Okay, അപ്പോൾ A inverse A ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് we will get adjoint of A is equal to A transpose. Okay, adjoint of A equal to A transpose ആകുമ്പോൾ നമുക്ക് adjoint of Aയും A transpose കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. adjoint of A കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് എൻട്രീസ് തിരിച്ചെഴുതുക. സോ 2 5A, ഇത് ബി ആകും, ഇത് -3 ആകും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ആൻഡ് എ ട്രാൻസ്പോസ് ഇസ് 5A minus B 3 2. അപ്പോൾ കമ്പയറിങ് ദീസ് വി ഗെറ്റ് B is equal to 3 എന്ന് വരും. ആൻഡ് 5A is equal to
2. So A will be equal to 2/5. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂവും കിട്ടി, എയുടെ വാല്യൂവും കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5A പ്ലസ് ബി ആണ്. സോ 5A പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു വാല്യൂ ഓഫ് എ ഈസ് 2/5 പ്ലസ് ബി ഈസ് 3. സോ ആൻസർ ഈസ് 2 + 3 5. മോറോവർ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 10A പ്ലസ് 3B. So 10A plus 3B, that is 10 into A's value is 2/5 plus 3 into B's value 3. So that is equal to 4 plus 9 and that is equal to 13. അപ്പോൾ ഞാൻ ഇവിടെ എന്തിനാ ഫൈനലി ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ഇവിടെ ഉറപ്പ് വരുത്തണം. കാരണം ഞാൻ ഇവിടെ എയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തെടുത്തത്, ഇങ്ങനെ ഈ മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ എടുത്ത് സോൾവ് ചെയ്യണമെങ്കിൽ എക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താലേ അത് പറ്റത്തുള്ളൂ. എക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ എടുക്കുക ഡിറ്റർമിനൻ്റ് ഓഫ് എ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 10A plus 3B. അത് 0 ആണോ അല്ലയോ എന്ന് എയുടെയും ബിയുടെയും വാല്യൂ അറിഞ്ഞാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എ ഇൻവെർട്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മളിത് ഇത്രയും ചെയ്തു വന്നത്. ഓക്കെ, നമ്മുടെ അസംഷൻ കറക്റ്റ് ആണോ എന്ന് ഫൈനലി എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തത് വാലിഡ് ആണ്. അഥവാ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണ് ഫൈനലി വരുന്നതെങ്കിൽ അതിനർത്ഥം ഈ എക്സ്പ്രഷൻ വാലിഡ് അല്ല. ഇവിടെ നിന്ന് അഡ്ജോയിൻ്റ് ഓഫ് എയും എ ട്രാൻസ്പോസ് ഈക്വൽ എന്ന് എഴുതാൻ പറ്റില്ല, നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ കേസിൽ നമ്മൾ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ വിൽ ബി ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. എ നമുക്ക് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. ഇത് ശരിക്കും ഒരു മെട്രിക്സ് ആണ് എ, അതുകൊണ്ട് ഇക്വേഷനുകളിൽ നിന്ന് ഒരു മെട്രിക്സിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എനിക്ക് മെട്രിക്സിനെ ക്യാൻസൽ ചെയ്ത് കളയാം, അത് ഇൻവെർട്ടബിൾ ആണ് എങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇൻവെർട്ടബിൾ ആണ് എങ്കിൽ ആക്ച്വലി നമ്മളത് ക്യാൻസൽ ചെയ്തല്ല കളയുന്നത്, അതിൻ്റെ ഇൻവേഴ്സും കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളത് ചെയ്യുമ്പോൾ ഇൻവെർട്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്തു പോയത്. അപ്പോൾ ഫൈനലി ഇത് കറക്റ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് അത് ഇൻവെർട്ടബിൾ തന്നെയാണ്. അപ്പോൾ നോ പ്രോബ്ലം, ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ മെട്രിസസിൻ്റെ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ലാസ്റ്റ് ഈ ലെക്ചറിൽ 15th ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്, JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് ചെയ്ത് നോക്കുക. ഇപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ തിയറി പാർട്ടും ഈ പ്രോബ്ലം പാർട്ടും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒരുവിധം സോൾവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും. ബാക്കി ഇത്രയും മാത്രം ഡിപ്പെൻഡ് ചെയ്യലും, ബാക്കി നിങ്ങൾ തന്നെത്താൻ വർക്ക് ചെയ്യുക. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വന്ന് തരുന്നത്. എക്സാമിന് നമ്മളാകെ കുറേ ഇതുപോലത്തെ കുറേ ഐഡിയാസുമായിട്ടായിരിക്കും നമ്മൾ എക്സാമിന് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയാസേ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം.